ഗൾഫിൽ ഇക്കാക്ക എത്ര കൊല്ലമായി? 30 കൊല്ലമായി മോനെ. ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്ത് കരഞ്ഞിട്ടുള്ള ഒരേ ഒരു വിഭാഗമുണ്ട്, അത് ഗൾഫുകാരാണ്. എല്ലാ അറബ് രാജ്യത്തും അള്ളാന്റെ തൗഫീഖോടെ പോകാൻ കഴിഞ്ഞപ്പോ ഗൾഫുകാരെ കുറിച്ച് ഓർത്ത് 90 വയസ്സ് വരെ എത്തി നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ചില ആളുകളെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. 60 കഴിഞ്ഞവരെ, 69 കഴിഞ്ഞവരെ, ഈ കാക്ക നാട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല മോനെ, 4 പെൺകുട്ടിയായിരുന്നു, കെട്ടിച്ചേക്കാനുള്ള ഭാരം. ഹറാമിന്റെ പണം, സ്ത്രീധനം ഇസ്ലാമികമല്ല, അത് കൊടുക്കാനാണ് 30 കൊല്ലം ചെലവഴിച്ചത്. റബ്ബേ, ഗൾഫ് രാജ്യത്ത് 30 കൊല്ലം ഹറാമായ സ്ത്രീധനം കൊടുക്കാൻ ഈ ബാപ്പാനെ തണ്ടിച്ച 4 മരുമക്കളില്ലേ? നിങ്ങളും വരും പരലോകത്ത്. വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ജീവിതത്തിൽ ഒരിക്കലും 1 രൂപ ഇല്ലെങ്കിൽ പോലും സ്ത്രീധനം വാങ്ങരുതേ. പലിശക്കാരനായി പോയത് അമ്മോശൻ, നിന്റെ അമ്മോശൻ, നിന്റെ ഭാര്യയുടെ അമ്മോശൻ കെട്ടിത്തൂങ്ങി മരിച്ചത് നിനക്ക് സ്ത്രീധനം തന്നതിന്റെ പേരിലാ. നിന്റെ അമ്മോശൻ ഏതോ രാജാരുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് പോയി കല്ലേറ് കൊണ്ടത് മരുമോനെ ആ മോളെ നിനക്ക് കെട്ടിക്കാനാ. റിജാലു ഖവ്വാമൂന അലന്നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ. സൂറത്തുൽ നിസാ 34-ാമത്തെ വചനം. നട്ടിലുള്ള യുവാക്കളെ, ജാമിയയിലെ പഠിക്കുന്ന കുട്ടികളെ, സ്ത്രീധനം ഒരിക്കലും വാങ്ങരുത്. അല്ലാഹുവിന്റെ കോടതിയിൽ നീ നിന്ദ്യനായി പോകും. നിനക്ക് കരയേണ്ടി വരും. ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി റബ്ബിന്റെ മുമ്പിൽ വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്ക് ഉമ്മയില്ലാതെ, ഉമ്മ പ്രസവിച്ച പോലെ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. 6-ാം അധ്യായം 94-ാമത്തെ വചനം പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോവുകയാ.